ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് ഓണം ആഘോഷിക്കുകയാണ്. അത്തപ്പൂക്കളവും ഓണസദ്യയും ഒക്കെ ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. പക്ഷേ ഇവിടെ എറണാകുളം ജില്ലയിലെ അയ്യങ്കുഴിയിലുള്ള 16-ാം വാർഡിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കണ്ണീരോണമാണ്. കാരണം ഇന്ന് അവര് ഓണസദ്യ കഴിക്കേണ്ടതിന് പകരം ഇന്ന് ഉപവാസ സമരമായി മുന്നോട്ട് പോവുകയാണ്. 40 വർഷത്തോളമായി വായുമലിനീകരണം അടക്കമുള്ള പ്രശ്നങ്ങൾ BPCL, HOCL തുടങ്ങിയ കമ്പനികളിൽ നിന്നും ഇവർ അനുഭവിക്കുന്നതാണ്. അങ്ങനെ നിരവധി പ്രതിഷേധങ്ങളൊക്കെ ഇവർ നാളുകളായിട്ട് നടത്തി വരികയാണ്. അതായത് ജൂലൈ 8-ാം തീയതി ഒരു KCB ലൈനിന് തീപിടുത്തമുണ്ടാകുന്നു. ആ തീപിടുത്തത്തെ തുടർന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ പരിശോധനയിൽ വളരെ ഗുരുതരമായ വായു മലിനീകരണ പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഇവരെ ചോറ്റാനിക്കരയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായി ഇവരിവിടെ താമസിച്ച് വരികയാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം വാടക തരില്ല, അതുപോലെ തന്നെ കമ്പനി ഭക്ഷണവും തരില്ല എന്ന് പറയുകയാണ്. കളക്ടർ അടക്കമുള്ള അധികൃതർ ഇടപെട്ടാണ് ഇവരെ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. എന്തായാലും അത്തം നാൾ മുതൽ പട്ടിണിയിലാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവരോട് തന്നെ അവരവസ്ഥയെക്കുറിച്ച് ചോദിച്ചു നോക്കാം. അത്തത്തിൻ്റെ അന്ന് ഞങ്ങളുടെ ഫുഡ് നിർത്തിയേക്കണത് അന്നേരം ഞങ്ങൾ എല്ലാവരോടും വിളിച്ച് പറഞ്ഞതാ. പക്ഷേ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല ഫുഡ് നിർത്തി എന്നുള്ളത്. ഒരു ദിവസം രാത്രി ഒരു ഡ്രസ്സ് മാത്രം 8 ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നതാ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ തലറക്കം, ഛർദി, അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സാഹചര്യങ്ങൾ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഇപ്പോഴും നമ്മളോട് തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുക എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പോകാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഇല്ല, എനിക്കും ചേട്ടായിക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റാനില്ല. പിന്നെ 2 മാസമായി ഞങ്ങൾ ഇവിടെ കിടക്കണം. ഈ സമരം എന്നിട്ട് കളക്ടർ ഒന്ന് പറഞ്ഞില്ല. പിന്നെ ഇവിടുത്തെ മെമ്പറാണെങ്കിൽ ഒന്നും പറയണമില്ല. ഞങ്ങൾ വിളിച്ചൊക്കെ നോക്കിയായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല. രാവിലെ ഉച്ചയ്ക്കും ഒന്നും ഭക്ഷണമൊന്നുമില്ല. മര്യാദയ്ക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ നന്നായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷം കമ്പനിയിലെ സാറ് അവസാനമായിട്ട് പറഞ്ഞിട്ട് ഗവൺമെൻറ് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം എടുക്കാം എന്നാണ്. ഗവൺമെൻറ് ഒരു ഓർഡർ ഇട്ട് എങ്ങനെ സ്ഥലം എടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഓർഡർ ഇടാത്തതെന്ന് അറിയുന്നില്ല. അതുപോലെ നമ്മുടെ രാജീവ് മന്ത്രി ഇതുവരെയായിട്ട് ഇങ്ങോട്ടൊന്നും നോക്കിയിട്ടില്ല. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്, ഗർഭിണികളുണ്ട്, അതോടൊപ്പം തന്നെ നവജാത ശിശുക്കളുണ്ട്, സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കം ഉണ്ട്. ഏതായാലും ഈ ഓണം അയ്യങ്കുഴിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കണ്ണീരോണം തന്നെയാണ്.